ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കെല്ലാവർക്കും അറിയാം 6 ജില്ലകളിൽ UPSAയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. മലയാളം മീഡിയം UPSA ഷോർട്ട് ലിസ്റ്റ് 6 ജില്ലകളിൽ 2-3 ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ജില്ലകളിലും ഉടൻ ഈ ആഴ്ച തന്നെ വരും. അപ്പം ഏതൊക്കെ ജില്ലയാണ്, കട്ട് ഓഫ് എത്രയാണ്, മെയിൻ ലിസ്റ്റിൽ എത്ര പേര് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. വയനാട് ജില്ലയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ ഈ 6 ജില്ലകളാണ് UPSAയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. വയനാട്, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ. അപ്പോൾ ഇവിടെയൊക്കെ എഴുതി വരുമെന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, ഒന്ന് ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊന്ന് കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ ജില്ലകളിലും എത്രയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. വയനാട് ജില്ലയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 62.33 ആണ്. 62.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 124 പേരാണുള്ളത്. മെയിൻ ലിസ്റ്റിൽ 124 പേരാണുള്ളത്. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ 61.33 ആണ് കട്ട് ഓഫ്. 61.33. ഇത് 220 മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ്. 220 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. പത്തനംതിട്ട ആകട്ടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 55.33 ആണ്. 55.33. അത് മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെയും എണ്ണം കുറവാണ്. 99 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഇടുക്കി നോക്കുകയാണെങ്കിൽ 57 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 57 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 125 പേരാണ് ഉള്ളത്. 125 പേർ മെയിൻ ലിസ്റ്റിലുണ്ട്. എറണാകുളത്ത് 61.67 ആണ്. 61.67 ആണ്. മെയിൻ ലിസ്റ്റിൽ 232 പേരാണുള്ളത്. 232 പേര്. കണ്ണൂർ ജില്ലയിലാകട്ടെ ഏറ്റവും അവസാനം ഇന്നലെ വന്നത് കണ്ണൂർ ജില്ലയിലാണ്. 65 മാർക്കാണ് കട്ട് ഓഫ്. 269 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 269 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. ഈ 6 ജില്ലകളാണ് ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ നാളെയൊക്കെ ആയിട്ട് ബാക്കി ജില്ലകളിലും വരുന്നതാണ്. ഇതുവരെ വന്ന ജില്ലകളെ നമുക്ക് നോക്കിയാൽ അറിയാം. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. 65 മാർക്കാണ്. ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി ജില്ലകളിലൂടെ വന്നാൽ മുഴുവനായിട്ടും കട്ട് ഓഫും മെയിൻ ലിസ്റ്റിൽ വന്നവരുടെയൊക്കെ നമുക്ക് ഇതിൽ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വിവരങ്ങൾ വേഗം കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.